കട്ടപ്പന ഇരട്ടക്കൊലക്കേസിൽ ദുരൂഹത നീക്കാൻ പോലീസ് അന്വേഷണം തുടങ്ങി. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. ജെയിൻ എസ് രാജു ചേരുന്നുണ്ട്. ജെയിൻ, പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയെന്നറിയുന്നു. എന്താണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? ആം, മോത്തി ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നടപടിയാണ് ഇനി നടക്കാനുള്ളത്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് കുറെ സംശയങ്ങളുണ്ട്. ആ സംശയം സ്ഥിരീകരിക്കുന്നതിന് ഈ കേസിലെ പ്രതിയായിട്ടുള്ള നിതീഷിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണം. മോഷണ കേസുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന നിതീഷിനെ അല്പസമയം മുമ്പാണ് കട്ടപ്പന മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിച്ചത്. ഉടൻ തന്നെ പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ കോടതി പരിഗണിക്കും. പോലീസിന് കസ്റ്റഡിയിൽ കിട്ടിയാലുടൻ ഇത് സംബന്ധിച്ച ചോദ്യം ചെയ്യൽ ആരംഭിക്കാൻ കഴിയും. ചിലപ്പോൾ ഇന്ന് തന്നെ ഈ പ്രതിയുമായി ഈ സംഭവം നടന്ന വീട്ടിലെത്തി അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കാനാണ് സാധ്യത. പ്രധാനമായും ഈ വീടിന്റെ അകത്ത് കുഴിച്ചുമൂടി എന്ന് പറയുന്ന ആ ഭാഗം വീണ്ടും കുഴിച്ച് അവിടെ മൃതദേഹങ്ങൾ എന്തെങ്കിലും സംസ്കരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ പരിശോധന. അതിൽ ഈ സംശയത്തെ സാധൂകരിക്കുന്ന തെളിവുകൾ ലഭിച്ചാൽ നവജാത ശിശുവിനെ കൂടി കൊലപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. അത് മറ്റൊരു സ്ഥലത്താണ് മൃതദേഹം മറവ് ചെയ്തിരിക്കുന്നത്. അങ്ങോട്ടേക്ക് എത്തിച്ച് അവിടെയും തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ പോലീസിന് മുന്നിൽ കുറെ സംശയങ്ങളും കുറെ നിഗമനങ്ങളുമാണുള്ളത്. ഈ പ്രതിയെ ഇതുവരെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പ്രതിയെ ചോദ്യം ചെയ്യുക എന്നുള്ളത് ഈ കേസിലെ ഏറ്റവും നിർണായക ഘട്ടമാണ്. ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആണ്. എന്നാൽ ഇതൊരു പ്രത്യേക കേസായി പരിഗണിച്ചുകൊണ്ടാണ് പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ കോടതി ഇന്നിപ്പോൾ പരിഗണിക്കുന്നത്. അല്പസമയത്തിനകം ഈ കേസ് കോടതി പരിഗണിക്കും. ശരി, ജെയിൻ.